ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആണ്ടുവട്ടത്തിലെ 14-ാം ഞായർ. നമുക്കറിയാം, ആണ്ടുവട്ടത്തിലെ ആഴ്ചകളിലൂടെ നമ്മൾ മുന്നേറുമ്പോൾ ഈശോയുടെ യഥാർത്ഥ ശിഷ്യരാകാൻ നമ്മൾ പഠിക്കുക. നമുക്ക് നമ്മുടെ നാട്ടിൽ ഗുരുകുലവാസം ഉണ്ടായിരുന്നു. ഗുരുകുലവാസത്തിൽ ശിഷ്യന്മാർ ഗുരുവിനോടൊത്ത് ഒരു കുടുംബം എന്ന പോലെ താമസിക്കും. ഗുരുവിൻ്റെ കൂടെ ആയിരുന്ന് ഗുരുവിൽ നിന്ന് ചൈതന്യം ഉൾക്കൊള്ളും. ഗുരുവിൻ്റെ വാക്കുകൾ കേട്ട് വിജ്ഞാനത്താൽ നിറയും. ഗുരുവിനെ പ്രത്യേകമായി ശ്രദ്ധിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയും പെരുമാറ്റങ്ങളും പഠിക്കും. അദ്ദേഹം എങ്ങനെ ബന്ധപ്പെടുന്നു അങ്ങനെ ബന്ധപ്പെടാൻ, അദ്ദേഹം എങ്ങനെ പെരുമാറുന്നു അങ്ങനെ പെരുമാറാൻ ഒക്കെ സാധിക്കും. എങ്ങനെ ഗുരുവിനോട് ഒത്തുവസിച്ച് ഗുരുവിൻ്റേതൊക്കെ ഇങ്ങനെ ഉൾക്കൊണ്ട് അവസാനം ഗുരുവിനെ തന്നെ ഉൾക്കൊണ്ട് ഞാനല്ല, ഗുരു എന്നിൽ ജീവിക്കുന്നു, എന്നിലൂടെ ജീവിക്കുന്നു എന്നൊരു ബോധത്തോടെ ഒരു ശിഷ്യൻ ജീവിക്കുമ്പോഴാണ് ആ ശിഷ്യൻ യഥാർത്ഥ ശിഷ്യനായി മാറുന്നത്. അതേപോലെ പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും ഈശോയുടെ യഥാർത്ഥ ശിഷ്യരായി മാറുന്നത് ഈശോയുടെ കൂടെയായിരുന്ന് ഈശോയെ അനുകരിച്ച് അനുഗമിച്ച് ഈശോയിൽ നിന്ന് പാഠം പഠിച്ച് ഈശോയുടെ ചൈതന്യം ഉൾക്കൊണ്ട് ഈശോയാൽ നിറയുമ്പോഴാണ്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യത്തിൽ പറയും പോലെ, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു, എന്നിലെ അഹം ഇല്ലാതായി, ഇനി ജീവിക്കുന്നു ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു, ക്രിസ്തു എന്നിലൂടെ ജീവിക്കുന്നു എന്ന് പറയാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ക്രിസ്തു ശിഷ്യരായി മാറുന്നത്. ഈശോയിൽ നിന്ന് പാഠം പഠിക്കണം, ഈശോയുടെ മനോഭാവം ഉൾക്കൊള്ളണം, ഈശോയുടെ ആത്മാവിനാൽ പൂരിതരാകണം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വായനകൾ ഓരോന്നും നമ്മളെ അതാ പഠിപ്പിക്കുന്നത്. ഇന്നത്തെ 1-ാമത്തെ വായനയിൽ സക്രിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു കേട്ട്, നിൻ്റെ രാജാവ് കുതിരപ്പുറത്തല്ല കഴുതപ്പുറത്തേറി ശാന്തനായി ഇതാ വരുന്നു. ഈശോനാഥൻ ഓശാന ഞായറാഴ്ച കഴുതപ്പുറത്ത് കയറി വരുമ്പോൾ സക്രിയ പ്രവാചകനിലൂടെ വന്ന ആ പ്രവചനമാണ് പൂർത്തീകരിക്കപ്പെട്ടത്. ഈശോയുടെ മനോഭാവം അതാ, എളിമയുടെ ഒരു മനോഭാവം, അധികാരപ്രമത്തതയില്ല, പിടിച്ചെടുക്കലിൻ്റെ മനോഭാവമില്ല, പിന്നെയോ മേലധികാരമില്ല, മറ്റുള്ള അധികാരം മറ്റുള്ളവരുടെ മേൽ പ്രയോഗിക്കുമില്ല, മറ്റുള്ളവർക്ക് വേണ്ടി, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് എന്നൊരു മനോഭാവത്തോടെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ സമയം ചിലവഴിക്കുന്നു, എൻ്റെ കഴിവുകൾ ചിലവഴിക്കുന്നു, എൻ്റെ ജീവിതം ചിലവഴിക്കുന്നു, എൻ്റെ ജീവൻ പോലും നിങ്ങൾക്കായി അർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ശിഷ്യന്മാരുടെ പോലും പാദം കഴുകി വിനയാന്യതനായി, പ്രിയപ്പെട്ടവരെ, കരുണ നിറഞ്ഞ കൃപ നിറഞ്ഞ ഈശോ. ആ ഈശോയുടെ മനോഭാവമാണ് പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരും ഉൾക്കൊള്ളേണ്ടത്. ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ 2-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയും, യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ഇതേ മനോഭാവം പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കും ഉണ്ടാകട്ടെ. അവൻ തൻ്റെ ദൈവികതയെ പിടിച്ചു വയ്ക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ അത് വിട്ടുകൊടുത്തുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി വന്നു, ദാസനായി തീർന്നു, മരണത്തോളം, കുരിശുമരണത്തോളം എളിമയുള്ളവനായി തീർന്നു എന്ന് അവിടെ പറയുകയാണ്. ഈശോയുടെ മനോഭാവം, ആ എളിമയുടെ ഒരു മനോഭാവം പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളുമ്പോഴാണ് ഈശോയുടെ യഥാർത്ഥ ശിഷ്യരായി നമ്മൾ മാറുക. ഇന്നത്തെ സങ്കീർത്തനം 145-ാമത്തെ സങ്കീർത്തനം, ദൈവം കാരുണ്യവാനാണ്, കൃപാലുവാണ്, വിശ്വസ്തനാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തെയും അർപ്പണബോധത്തെയും എടുത്തു പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്ന സങ്കീർത്തകൻ. നമുക്കും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവത്തെ രൂപത്തിൽ ഈശോനാഥൻ തൻ്റെ പിതാവിനെ അനുകരിച്ചവന്, പിതാവിനെ പോലെ കരുണ നിറഞ്ഞവന്, അതേപോലെ നമുക്കും ആകാൻ സാധിക്കുമ്പോഴാണ് ആ ദൈവത്തെ സ്തുതിച്ച് ഈശോയെ സ്തുതിച്ച് ജീവിക്കുവാൻ നാം ശ്രദ്ധ വയ്ക്കുമ്പോഴാണ് നമ്മൾ ഈശോയുടെ യഥാർത്ഥ ശിഷ്യരായി മാറുന്നത്.
പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ രണ്ടാമത്തെ വായന റോമാക്കാർക്കുള്ള ലേഖനത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ നിന്നാണ്. ഈ റോമാക്കാർക്കുള്ള ലേഖനത്തിൻ്റെ കേന്ദ്ര ഭാഗത്തുള്ള അധ്യായമാണ് ഈ 8-ാമത്തെ അധ്യായം. 7-ാമത്തെ അധ്യായം പ്രശ്നത്തെ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ പരിഹാരമാണ് 8-ാമത്തെ അധ്യായം. 7-ാമത്തെ അധ്യായത്തിൽ തൻ്റെ വിഷമതകളെല്ലാം അവതരിപ്പിച്ചിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയും, ഞാൻ ദുർഭകനായ മനുഷ്യൻ, എന്നെ ആര് വിമോചിപ്പിക്കും? എന്നിട്ട് ആ വിമോചനത്തിൻ്റെ, ആ സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവത്തിൻ്റെ വിവരണമാണ് 8-ാമത്തെ അധ്യായം. പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകുമ്പോഴാണ്, ജഡത്തിന് അടിമപ്പെടാതെ ജഡത്തെ ആത്മാവിനാൽ ഹനിച്ചുകൊണ്ട് ആത്മാവിൽ ജീവിക്കുവാൻ ശ്രദ്ധ വയ്ക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ യഥാർത്ഥത്തിൽ ഈശോയുടെ യഥാർത്ഥ ശിഷ്യരായി മാറുന്നത്. ക്രിസ്തു എന്ന വാക്കിൻ്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണ്. അഭിഷിക്തൻ. ഈശോനാഥൻ ഗർഭം ധരിക്കപ്പെട്ടത് മുതൽ ഉത്ഥാനം വരെയും പരിശുദ്ധാത്മാവിനാൽ പൂരിതനായവനാണ്. ആത്മാവിനാൽ നിറഞ്ഞ്, ആത്മാവിനാൽ നയിക്കപ്പെട്ട്, ആത്മാവിനാൽ ശക്തീകരിക്കപ്പെട്ട് അവിടുന്ന് ജീവിച്ചു, അവിടുന്ന് സംസാരിച്ചു, അവിടുന്ന് പ്രവർത്തിച്ചു, അവിടുന്ന് ബന്ധപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അവിടുത്തേതെല്ലാം ആത്മാവിനാൽ നയിക്കപ്പെട്ട ഒരു ജീവിതമാണ്. അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതമാണ് ഒരു ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതം. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല എന്ന് 2-ാമത്തെ വായന പറയുക. എന്നിട്ടുണ്ടല്ലോ, യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചതിൻ്റെ ആത്മാവ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് പോലും ഉത്ഥാനം ഉണ്ടാകുമെന്ന് പറയാണ്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഉത്ഥിതനായവനിൽ ഉത്ഥിതൻ്റെ ചൈതന്യത്താൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ജീവിക്കുവാൻ ശ്രദ്ധ വയ്ക്കുമ്പോഴാണ് നമ്മൾ ഈശോയുടെ ശിഷ്യരായി മാറുക. അതുകൊണ്ട് നമ്മുടെ എപ്പോഴുമുള്ള പ്രാർത്ഥന എന്താ? നിരന്തരം പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെയുണ്ട്, പരിശുദ്ധാത്മാവ് എന്നിലുണ്ട് ഒരു ബോധം നമുക്ക് വേണം. പരിശുദ്ധാത്മാവ് എന്നിൽ നിറയണമേ, പരിശുദ്ധാത്മാവ് എന്നെ നയിക്കണമേ, പരിശുദ്ധാത്മാവിനെ ശക്തിപ്പെടുത്തണമേ എന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോഴാണ് ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നിരന്തരം ബോധപ്പെടാൻ നമുക്ക് സാധിക്കുക. റോമർ 5:5 നമ്മളത് വായിക്കും. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുമ്പോഴാണ് നമ്മൾ കർത്താവിൻ്റെ വിജ്ഞാനത്താൽ നിറയപ്പെടുക. പ്രിയപ്പെട്ടവരെ, അത് യോഹന്നാൻ 14:26 നമ്മൾ വായിക്കാം. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുമ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ ശക്തിയാൽ നിറയപ്പെടുന്നത്. അത് ലൂക്ക 1:35 നമ്മൾ വായിക്കും, അല്ലേ? നടപടി പുസ്തകം 1:8 നമ്മൾ വായിക്കും. പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ച് സ്നേഹവും സമാധാനവും ക്ഷമയും കൃപയെല്ലാം നിറഞ്ഞവരായി. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ സ്വീകരിച്ച് വിജ്ഞാനം നിറഞ്ഞവരായി, ബുദ്ധിശക്തിയുള്ളവരായി, അതേപോലെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറഞ്ഞ്, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാൽ നിറഞ്ഞ് എല്ലാം നിവർത്തിക്കാൻ, അത്ഭുതകരമായി നിവർത്തിക്കുവാൻ ശ്രദ്ധ വയ്ക്കുമ്പോഴാണ് നമ്മൾ ഈശോയുടെ യഥാർത്ഥ ശിഷ്യരായി മാറുന്നത്. ആത്മാവിനാൽ നിറഞ്ഞ ഒരു ജീവിതം. പ്രിയപ്പെട്ടവരെ, നമ്മൾ സുവിശേഷങ്ങളിൽ ഈശോയുടെ ഒത്തിരി ആഹ്വാനങ്ങൾ വായിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട്, നിങ്ങൾ വന്ന് കാണുക എന്ന് പറഞ്ഞ് തൻ്റെ ജീവിതത്തിലേക്ക് കർത്താവ് ശിഷ്യന്മാരെ ക്ഷണിക്കുന്നുണ്ട്. ദാഹാർത്തരെ നിങ്ങൾ വരുവിൻ, എന്നിൽ നിന്നും കുടിക്കുവിൻ, ജീവജലം ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞ് യോഹന്നാൻ 7:37-38 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. അതേപോലെ ഒരു വിധത്തിൽ ഈശോയുടെ ഏറ്റവും വലിയൊരു ആഹ്വാനമാണ് നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ വായിച്ചു കേട്ടത്. മത്തായിയുടെ സുവിശേഷത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ വായിച്ചു 11-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനം. അധ്വാനിക്കുന്നവരെ, ഭാരം വഹിക്കുന്നവരെ, നിങ്ങൾ എൻ്റെ പക്കലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറഞ്ഞ കർത്താവ് നമ്മളെയൊക്കെ ഇങ്ങനെ മാടി വിളിക്കുക. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമാണ് പലപ്പോഴും നമ്മൾ. ശാരീരികമായ രോഗങ്ങൾ, സാമ്പത്തികമായ വിഷമതകൾ, കുടുംബ പ്രശ്നങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ. ഈ രീതിയിൽ നമ്മൾ ഭാരപ്പെടുമ്പോൾ കർത്താവ് നമ്മളെ ക്ഷണിക്കുക, വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, ഞാൻ നിങ്ങളെ സ്വതന്ത്രരാക്കാമെന്ന് പറഞ്ഞ് കർത്താവ് നമ്മളെ ക്ഷണിക്കുക.
നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാവോ? കർത്താവിൽ നിന്ന് പാഠം പഠിക്കണം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്, നിങ്ങൾ എന്നിൽ നിന്നും പഠിക്കുവിൻ. കർത്താവ് പറയുക, എന്നിൽ നിന്നും പഠിക്കുവിൻ. ഈശോ ഇന്നത്തെ സുവിശേഷത്തിൻ്റെ തുടക്കത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. ദൈവമേ, ഇത് വിവേകമതികളിലും വിജ്ഞാനികളിൽ നിന്നും മറച്ചുവെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്ന് പറയുക. ഈ വിജ്ഞാനികൾ എന്നൊക്കെ പറയുന്നവർ, പ്രിയപ്പെട്ടവരെ, അവരുണ്ടല്ലോ എല്ലാം അറിയാം എന്നുള്ള ചിന്തയിലാണ്. ഇപ്പം ദൈവത്താൽ പഠിപ്പിക്കപ്പെടാൻ ടീച്ചബിളല്ല അവർ യഥാർത്ഥ ശിഷ്യരല്ല. യഥാർത്ഥ ശിഷ്യർ ശിശുക്കളെപ്പോലെ സ്വീകരിക്കാൻ, ശ്രവിക്കുവാൻ തയ്യാറാകുന്നവരാണ്. നമുക്കും അതുപോലെ ദൈവത്തിൽ നിന്ന് പാഠം പഠിക്കണം. പ്രിയപ്പെട്ടവരെ, കർത്താവിൽ നിന്ന് പാഠം പഠിക്കുമ്പോഴാണ് ഈശോയുടെ യഥാർത്ഥ ശിഷ്യരായി മാറുക. കർത്താവിൻ്റെ ജീവിതത്തിൽ നിന്ന് ജീവിതപാഠം ഗ്രഹിക്കുമ്പോഴാണ്, കർത്താവിൻ്റെ സ്നേഹം നുകരുമ്പോഴാണ്, കർത്താവിൻ്റെ ആത്മാവിനാൽ നിറയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ശിഷ്യരായി, ക്രിസ്തു ശിഷ്യരായി മാറുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ പ്രാരംഭ കൂദാശകൾ 3 ഉണ്ടല്ലോ: ജ്ഞാനസ്നാനം, ദിവ്യകുർബാന, സ്ഥൈര്യലേപനം. ജ്ഞാനസ്നാനത്തിലൂടെ നമ്മൾ വിശ്വാസികളായി മാറുക, ഈശോയുമായിട്ടുള്ള ബന്ധത്തിലേക്ക് കടന്നു വരിക, നമ്മൾ ദൈവമക്കളായി മാറുക. സ്ഥൈര്യലേപനത്തിലൂടെ നമ്മൾ കർത്താവിനാൽ, പരിശുദ്ധാത്മാവിനാൽ ശക്തീകരിക്കപ്പെട്ട് നമ്മൾ ഐക്യപ്പെടുക. എന്നാൽ ദിവ്യകുർബാനയിലോ നമ്മൾ ക്രിസ്തുവിൻ്റെ ശിഷ്യരായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുക. കർത്താവിനോട് കൂടെയായിരുന്ന് പരിശുദ്ധ ത്രിത്വത്തിലെ സ്നേഹം നുകർന്ന് പശ്ചാത്താപത്തോടെ കർത്താവിനെ സമീപിച്ച്, കർത്താവിൻ്റെ കാരുണ്യം യാചിച്ച്, കർത്താവിൻ്റെ സ്വരം ശ്രവിച്ച്, കർത്താവിൻ്റെ കൂട്ടായ്മയിൽ പങ്കുചേർന്ന് കർത്താവിനെ സ്തുതിച്ച്, കർത്താവിൻ്റെ വചനത്താലും ജീവനാലും അപ്പത്താലും സ്നേഹത്താലും നിറഞ്ഞ് മുന്നേറുവാൻ, അവസാനം ക്രിസ്തുവിനെ പ്രഘോഷിച്ച് ജീവിക്കുവാൻ നമ്മൾ ഐക്യപ്പെടുന്ന അനുഭവം ദിവ്യകുർബാന. ഈ ദിവ്യകുർബാനയെ നമുക്ക് ജീവിക്കാൻ, പ്രിയപ്പെട്ടവരെ. നമ്മൾ ദിവ്യകുർബാനയിൽ പങ്കെടുത്താൽ മാത്രം പോരാ, ദിവ്യകുർബാന അനുഷ്ഠിച്ചാൽ മാത്രം പോരാ. ദിവ്യകുർബാനയിൽ നമ്മൾ പാഠം പഠിക്കണം, ദിവ്യകുർബാനയിൽ നമ്മൾ ചൈതന്യം ഉൾക്കൊള്ളണം, ദിവ്യകുർബാനയെ നമ്മൾ ജീവിക്കണം. അപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുന്നത്, ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ക്രിസ്തു നമ്മിൽ ജീവിക്കട്ടെ, ക്രിസ്തു നമ്മിലൂടെ ജീവിക്കട്ടെ, ക്രിസ്തു നമ്മിലൂടെ ഈ ലോകത്ത് സന്നിഹിതനാകട്ടെ, ക്രിസ്തുവിൻ്റെ സ്വരം നമ്മിലൂടെ ലോകത്ത് കേൾക്കപ്പെടട്ടെ, ക്രിസ്തുവിൻ്റെ പ്രവർത്തനം നമ്മളിലൂടെ ലോകത്ത് നടക്കട്ടെ. നമ്മിലൂടെ ക്രിസ്തു ഈ ലോകത്തിൽ എന്നും സന്നിഹിതനാകട്ടെ. ഈശോയുടെ യഥാർത്ഥ ശിഷ്യരായി, പ്രിയപ്പെട്ടവരെ, നമുക്ക് വളരാം, മുന്നേറാം, ജീവിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു.